തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ പത്തനാപുരത്ത് പ്രചാരണം ആരംഭിച്ച് സ്ഥാനാർത്ഥി കെ.ബി. ഗണേഷ് കുമാർ. ഇതിനിടയിൽ തന്റെ പരാമർശം വലിയ വിമർശനത്തിനിടയാക്കിയെന്നും ഗണേഷ് പറഞ്ഞു. തന്റെ വാക്കുകൾ തെറ്റിദ്ധാരണയ്ക്ക് കാരണമായതാണ്. കുറഞ്ഞത് 5000 പേരോടെങ്കിലും പ്രണയമുണ്ടെന്ന് പറഞ്ഞത് സ്ത്രീകളോട് മാത്രമല്ലെന്നും ഗണേഷ് വ്യക്തമാക്കി. ചെടികളും വാഹനങ്ങളും ആനകളും ഒപ്പം സ്ത്രീകളും അടങ്ങുന്നതാണ് തന്റെ പ്രണയമെന്നാണ് ഉദ്ദേശിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ഒന്നല്ല 5000 പ്രണയമുണ്ടെന്നും നിങ്ങളിൽ പ്രണയിക്കാത്തവർ ആരാണെന്നും പ്രണയിക്കാത്തവർ പൊട്ടന്മാരാണെന്നുമുള്ള ഗണേഷിന്റെ പരാമർശം വലിയ വിമർശനത്തിനിടയാക്കി. പ്രണയമുണ്ടെന്ന് പറഞ്ഞത് സ്ത്രീകളോട് മാത്രമല്ല, എനിക്ക് ചെടികളോടും വാഹനങ്ങളോടും ആനകളോടും എല്ലാം പ്രണയമുണ്ട്. അതെല്ലാം ചേർത്താണ് 5000 എന്ന് ഗണേഷ് പറഞ്ഞത്. എതിർ സ്ഥാനാർത്ഥി തനിക്കെതിരെ അപഖ്യാതി പറഞ്ഞു പരത്തുകയാണ്. KSRTC അതിന്റെ തകർച്ചയിൽ നിന്നും രക്ഷിച്ച ആളാണ് താനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2016ലും 2021ലും തെരഞ്ഞെടുപ്പിൽ ജയിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രണയമെന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ മാത്രമല്ല. എനിക്ക് ചെടികളോട് സ്നേഹമുണ്ട്, ആനകളോട് സ്നേഹമുണ്ട്, പ്രകൃതിയോട് സ്നേഹമുണ്ട്, എനിക്ക് വാഹനങ്ങളോട് പ്രണയമുണ്ട്. ഇതെല്ലാം ചേർത്താണ് 5000. ശ്രീകൃഷ്ണന് 16008 പ്രണയമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിവാഹം കഴിച്ചു എന്നല്ല അർത്ഥം. ഇതെല്ലാം എന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് ഗണേഷ് കുമാർ വ്യക്തമാക്കി. തന്നെ കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടില്ലെന്നും ഒരാളോട് മോശമായി പെരുമാറിയിട്ടില്ലെന്നും ഗണേഷ് പറഞ്ഞു. മന്ത്രിയെ വാളകത്തെ വീട്ടിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ചിത്രങ്ങൾ പകർത്താൻ ശ്രമിച്ച തന്നെ മന്ത്രിയുടെ സ്റ്റാഫുകൾ തടഞ്ഞുവെച്ചെന്നും ഫോൺ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെന്നും ഭാര്യ ആരോപണം ഉന്നയിച്ചിരുന്നു. അടിയന്തര സഹായ നമ്പറിൽ വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയെങ്കിലും ഇടപെടാതെ മടങ്ങിയെന്നും ആരോപിച്ചിരുന്നു. വിവാദമായപ്പോൾ തന്നെ കുടുംബ പ്രശ്നമാണെന്ന നിലപാടാണ് ഗണേഷ് കുമാർ സ്വീകരിച്ചത്. തുടർന്ന് മന്ത്രിപദം നഷ്ടമാകുമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് ഭാര്യ അനുനയിപ്പിച്ച് ഗണേഷ് കുമാർ ഒപ്പം നിർത്തിയത്. അതേസമയം പത്തനാപുരത്ത് ഭൂരിപക്ഷം ഇത്തവണ ഇരട്ടിയാകുമെന്ന് ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. പത്തനാപുരം മണ്ഡലത്തിലെ ജനങ്ങളുമായി തനിക്കുള്ളത് നല്ല ആത്മബന്ധമാണെന്നും മണ്ഡലത്തിലെ എല്ലാ മേഖലകളിലും വികസനം കൊണ്ടുവന്നിട്ടുണ്ടെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞത് കോവിഡ് ബാധിച്ചതിനാലാണെന്നും ഇത്തവണ ഭൂരിപക്ഷം ഇരട്ടിയാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.